വി വസീഫ്, ഇതിപ്പോ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതിരുന്ന ഒരിടത്തു നിന്ന് വലിയ അഭിമാനത്തോടെ സർക്കാരും വ്യാവസായിക വകുപ്പ് മന്ത്രിയും CPM-ഉം എല്ലാം കിട്ടുന്ന എല്ലാ വേദികളിലും കൃത്യമായി ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതാണ്. അത് കൈവരിക്കപ്പെട്ട വലിയ നേട്ടമാണ്. അത് സർക്കാരിന്റെ നിരന്തരമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ് എന്നുള്ളതൊക്കെ. പക്ഷെ നിങ്ങൾ പോലും വിചാരിക്കാതെ ഇപ്പോൾ PR എന്ന് അഡ്വക്കേറ്റ് വസന്ത് സിരേഖ് അതിനെ പരിഹസിച്ചുവെങ്കിലും ആ PR വർക്ക് നടത്തിയത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിന്നാണ്. ഇതിനേക്കാൾ വലിയൊരു പ്രചാരണം നിങ്ങളുടെ സർക്കാരിന് ഇനി കിട്ടാനില്ല എന്ന നിലയ്ക്ക് ശശി തരൂരിന്റെ വാക്കുകൾ പ്രാവർത്തികമായിരിക്കുന്നു. നിങ്ങൾക്ക് അത് കാര്യക്ഷമമായി ഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടിനെ CPM എങ്ങനെയാണ് കാണുന്നത്? മുഖ്യമന്ത്രി അടക്കം പാർട്ടി സെക്രട്ടറി അടക്കം എല്ലാവരും തരൂരിനെ ആവർത്തിച്ച് പുകഴ്ത്തുകയാണ്. അപ്പോൾ കോൺഗ്രസ് അപ്പുറത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. കേന്ദ്ര സർക്കാരിനോട് തരൂർ സ്വീകരിച്ച നിലപാടും CPM അംഗീകരിക്കുന്നുണ്ടോ എന്ന്. ഇവിടെ സത്യത്തിൽ നല്ല ഒരു സന്തോഷകരമായ അഭിമാനകരമായ ഒരു നേട്ടത്തിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ളത്. കേരളത്തിൽ ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് പ്രതിനിധിയൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. കേരളത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായി എന്ന് കേരളത്തിലെ ജനങ്ങളും രാജ്യം ഭരിക്കുന്നവരും കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വവും ഒക്കെ പറയുകയാണ്. കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മുൻകാലങ്ങളിലൊക്കെ ഒരു വിമർശനമായി പ്രത്യേകിച്ച് ഈ വ്യാവസായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒക്കെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, കേരളം വ്യവസായങ്ങളുടെ ശവപ്പറമ്പാണ് എന്ന്. ആ വ്യവസായങ്ങളുടെ ശവപ്പറമ്പാണ് കേരളം എന്ന് പറഞ്ഞിടത്ത് നിന്ന് 1ാം റാങ്കാണ് കേരളം. എന്തിന്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. വ്യവസായങ്ങൾ തുടങ്ങാൻ, അത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ അന്തരീക്ഷവുമുള്ള ഒരു ഇടമാണ് നമ്മുടെ നാട്, ഈ കേരളം എന്ന് പറയുന്നത്. നമുക്കൊക്കെ അഭിമാനം ഉണ്ടാവേണ്ട കാര്യമല്ലേ? എന്തിനാ കോൺഗ്രസിന് ഇത്ര പ്രയാസം ഉണ്ടാകേണ്ടത് ഇക്കാര്യത്തിൽ? കേരളത്തിലെ വളർന്നു വരുന്ന ചെറുപ്പക്കാർ, അഭ്യസ്തവിദ്യരായവർക്ക് എല്ലാം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമല്ലേ അത്? ഇത് കേട്ട് ഈ ഒരു നല്ല അന്തരീക്ഷമുണ്ട് കേരളത്തിൽ എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ഇവർ പറയുന്ന പെട്ടിക്കടയാണെങ്കിൽ പെട്ടിക്കട വരട്ടെ എന്ന് ഇവിടേക്ക്. എന്തിനാ അതിനിങ്ങനെ തടസ്സം സൃഷ്ടിച്ച് വലിയ രീതിയിൽ ഇങ്ങനെ വിവാദം? രണ്ടു കാര്യങ്ങൾ ആണ് ഞാൻ വസീഫിനോട് ചോദിച്ചത്. അതിലൊന്ന്, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടു നടത്തിയ അനുമോദനങ്ങളെയും വാഴ്ത്തുപാട്ടുകളെയും കൂടി CPM ആ നിലയ്ക്കു തന്നെ കാണുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഒരു CPM-ന് മാത്രം ലഭിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്, ഞങ്ങളുടെ ഭരണത്തിന് മാത്രം ലഭിക്കുന്ന ഒരു അംഗീകാരമായി കാണാൻ ഞങ്ങൾ തയ്യാറല്ല. ഇത് കേരളത്തിൻ്റെ നേട്ടമായി കാണണം. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്, കേരളത്തിൻ്റെ നേട്ടമായി കാണണം. അതിൽ ഭരിക്കുന്ന ഗവൺമെൻറ്, അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് കുറച്ചൊരു പങ്കുണ്ട് എന്നുകൂടി അംഗീകരിക്കണം. ഞങ്ങളുടെ ഒരു ഇടപെടലുണ്ട്. പിന്നെ ശശി തരൂർ മാത്രമല്ല കേട്ടോ, നേരത്തെ ഇടതുപക്ഷം കേരളം ഭരിക്കുന്ന സമയത്ത് മറ്റൊരു മഹാൻ, ഒരു പ്രമുഖ വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം, വസന്തിനും അറിയാമായിരിക്കും, വേണമെങ്കിൽ ഞാൻ ആ വീഡിയോ അയച്ചു തരാം. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീമാൻ AK ആൻ്റണി എന്നുള്ളതാണ്. UDF ഭരിക്കുമ്പോൾ കേരളത്തിൽ ഒരു സംരംഭം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞ അന്നത്തെ AICC-യുടെ നേതാവ് ശ്രീമാൻ AK ആൻ്റണി കൂടിയുണ്ട്. തള്ളിപ്പറയുന്നേ, തള്ളിപ്പറ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷത്തെ പുകഴ്ത്തിയിട്ടുണ്ട്. ഈ കേരളത്തിനകത്ത് സംരംഭങ്ങൾ ആരംഭിക്കാൻ, പദ്ധതികൾ ആരംഭിക്കാൻ, വൻകിട പദ്ധതികൾ ആരംഭിക്കാൻ UDF കേരളം ഭരിക്കുന്ന സമയത്ത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ UDF നേതാക്കന്മാർ പോലും, അത് ആന്റണി ആവട്ടെ, ശശി തരൂർ ആവട്ടെ, എല്ലാവരും പറയുന്നു ഈ ഭരണ നേതൃത്വം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ശരിയായ ഇടപെടൽ നടത്തുന്ന ഒരു നേതൃത്വമാണ്. അതിൻ്റെ ഗുണങ്ങൾ വരുന്നു. അതൊരു ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന മന്ത്രിയോ മുഖ്യമന്ത്രിയോ മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കും എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ. അങ്ങനെ ഒരു ധാരണയും ഞങ്ങൾക്കില്ല. നമുക്ക് ഒരുമിച്ച് ഈ കേരളത്തെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അവിടെ ഇങ്ങനെ ചളി വാരിയെറിഞ്ഞ് ഇവിടെ അപ്പാടെ മോശമാണ് എന്നൊന്നും പറയണ്ട. ചെറിയ പങ്കൊക്കെ കല്ലിട്ട് പോയിരുന്ന ഉമ്മൻചാണ്ടിക്കും ഞങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാ, അതിനൊന്നും തർക്കമില്ല. കല്ലിട്ട് പോയിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ തെറ്റായ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഒരു കണക്കുണ്ട്. ആ കണക്കിൽ ഇങ്ങനെ തർക്കിക്കല്ലേ, നിങ്ങൾ പറഞ്ഞതൊക്കെ പാടെ അസംബന്ധങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മിണ്ടിയിട്ടില്ല.
മാധു അതൊന്ന് ഇടപെട്. ഞാൻ ഈ അസംബന്ധം പറഞ്ഞ മിണ്ടിയില്ല. ഒച്ച ഉണ്ടാക്കാൻ അത്യാവശ്യം നന്നായിട്ട് അറിയുന്നതാണ്. നല്ല രീതിയിൽ പോകും. കാരണം ഇതൊരു കേരളത്തിന്റെ ഒരു നല്ല പോക്കിന് വേണ്ടിയുള്ള ചർച്ചയാണ്. വസന്തേ നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങളുടെ അവസരത്തിൽ പറ. ഇങ്ങനെ ചാടിക്കേറി അസ്വസ്ഥനാവല്ലേ? നിങ്ങൾ സതീശന് പഠിക്കല്ലേ? അതെ, സതീശന് പഠിക്കല്ലേ? വെയിറ്റ്, ഇവിടെ ഞാൻ പറയാ, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഒരു കണക്കുണ്ട്. ഇതൊക്കെ കണക്ക് വെച്ചാണ് ശശി തരൂരായാലും ഞങ്ങളായാലും ഒക്കെ പറയുന്നത്. ഇതൊന്നും CPM-ന്റെ ഓഫീസിൽ നിന്ന് പുറത്തുവിടുന്ന കണക്കല്ല. ആ കണക്കില് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാർ ആത്മഹത്യ ചെയ്ത ഒരു സംസ്ഥാനത്തിന്റെ പേരുണ്ട്. ആ സംസ്ഥാനം ഭരിക്കുന്നത് ആരാണ്? കോൺഗ്രസ് ആണ്. അവിടെ 2022 കണക്കിൽ ഈ 2538 പേരാണ് ആത്മഹത്യ ചെയ്തത്, വ്യവസായികൾ. പിന്നെ ഉള്ളത് മഹാരാഷ്ട്രയാണ്, 1702 പേരാണ്. പിന്നെ ഉള്ളത് തമിഴ്നാടാണ്, പിന്നെ പശ്ചിമ ബംഗാളാണ്, മധ്യപ്രദേശാണ്. അങ്ങനെ ഒരു കണക്കൊക്കെ ഇതിനകത്തുണ്ട്. ഇതിലൊക്കെ ഒരു പഠനവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെയെല്ലാം എല്ലാ സൂചകങ്ങൾ എടുത്താലും കേരളത്തിൽ വലിയ മുന്നേറ്റമുണ്ട്. അത് വ്യവസായങ്ങൾ തുടങ്ങാൻ, സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണേണ്ടത്, ഇന്ന് രാജ്യം ഭരിക്കുന്നത് BJP ആണ്. എങ്ങനെ കേരളത്തിന്റെ വികസനത്തെ, കേരളത്തിന്റെ മുന്നോട്ട് പോക്കിനെ ഏതൊക്കെ വഴിയിൽ വെച്ച് തടയാൻ പറ്റുമോ ആ വഴിയിലെല്ലാം തടയാൻ പരിശ്രമിക്കുന്നവരാണ് കേന്ദ്രം ഭരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ കേരളത്തിൽ ആ തടസ്സങ്ങളെ എല്ലാം തട്ടിമാറ്റിക്കൊണ്ട് എങ്ങനെ വളരെ പോസിറ്റീവായി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ആലോചനയാണ് നടത്തുന്നത്. കോട്ടയത്തെ വെള്ളൂരിലെ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് ഉണ്ട്, നമ്മുടെ ന്യൂസ് പ്രിന്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുണ്ട്. അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതായിരുന്നു കേന്ദ്ര ഗവൺമെന്റ്. അത് സ്വകാര്യ മേഖലയിലേക്ക് വിൽക്കാനും അത് അടച്ചുപൂട്ടാനും തീരുമാനിച്ച കേന്ദ്ര ഗവൺമെന്റിനോട് ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് സർക്കാർ, കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുത്ത് അത് നല്ല രീതിയിൽ നടത്തി ലാഭകരമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, പത്രസ്ഥാപനങ്ങൾ അവിടെ പത്രമടിക്കുന്നു. അവിടെ നിന്നുള്ള ഈ പേപ്പറുകൾ, അവിടെ നിന്നുള്ള പേപ്പറുകൾ വാങ്ങി പത്രമടിക്കുന്നു. അത് ലാഭകരമായി കേരളത്തിൽ ഇതെല്ലാം മികച്ചതാക്കി ചെറിയൊരു അവകാശവാദം ഉന്നയിക്കുക എന്നുള്ളത് മാത്രമാണ് കാണുന്നത്. കേരളത്തിന്റെ നേട്ടം എന്നാണ് പൊതുനിലയ്ക്ക് അതിനെ കാണുന്നത് എന്നാണ് ശ്രീ വസീഫ് പറയുകയും ചെയ്തത്.